Hi, Namaste, welcome back, viewers, welcome back to my channel Vinchera. ഇന്നത്തെ സെൻസെക്സിൻ്റെയും അതേപോലെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മൊമെൻ്റ് ആണ്. മോർണിംഗിൽ നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ 12:20 ശേഷം വന്ന അപ് ട്രെൻഡിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും കോൾ സൈഡ് നോക്കിയാലും പുട്ട് സൈഡ് നോക്കിയാലും രണ്ടും നല്ല എൻട്രികളാണ്, നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5th മെയ്യിലെ പെർഫോമൻസ് ആണ്. ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ചാർട്ടാണിത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ വന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയപ്പോൾ നമുക്ക് അവിടെ അടിച്ചിറങ്ങിയതായിരുന്നു. പക്ഷേ നമുക്ക് പുൾ ബാക്കിൽ നിന്ന് അവിടെ നിന്ന് സപ്പോർട്ട് കട്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് എൻട്രി കിട്ടിയായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് ബൈ കിട്ടി. ബൈ വന്ന സമയത്ത് ഇവിടെ ഒരു സ്കാൽപ്പിംഗ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് കയറുമായിരുന്നു. ഇവിടെ നമുക്ക് എൻട്രി കറക്റ്റായിട്ട് 5 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. 5 മിനിറ്റ്സിലാണ് നമുക്ക് ഇൻട്രാഡേ കുറച്ചുകൂടെ ആക്യുറേറ്റ്. 1 മിനിറ്റ് നമുക്ക് സ്കാൽപ്പിംഗ് എടുക്കാം. ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ലാസ്റ്റ് വന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ സെൻസെക്സിൻ്റെ ചാർട്ടാണ്. ലാസ്റ്റ് നമുക്ക് വന്ന നമുക്ക് ബൈയുടെ ഡീറ്റെയിൽസ് ആണ് മെയിലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റും. അപ്പം ഇതിൽ നമുക്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം മോർണിംഗിൽ ഡൗൺ, അത് കഴിഞ്ഞ ശേഷം 12:25 ശേഷം നമുക്ക് ബൈ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ബൈ കയറിയ ശേഷം പെട്ടെന്ന് ഇപ്പോൾ ഡൗൺ, രണ്ടാമത് പിന്നെയും 3 മണിക്ക് ശേഷം ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് നമുക്ക് സിഗ്നൽ വരുമ്പോൾ, അതായത് ഒരു ആരോ നമുക്ക് തരുന്ന സമയത്ത് അത് അലേർട്ട് മെസ്സേജ് കിട്ടും. അതേപോലെ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. മുകളിലും നമുക്ക് എൻട്രി പോയിന്റും അതേപോലെ താഴെ 3 ടാർഗറ്റുകളും 3 ടാർഗറ്റുകൾ താഴെ ഉണ്ട്. ഇപ്പോൾ ഈ സിഗ്നൽ കൺഫേം ആകുക, കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇവിടെ ഗ്യാപ് ഡൗൺ ഇറങ്ങിയതുകൊണ്ട് റിട്രേസ്മെൻറ്റിൽ നിന്ന് പുൾ ബാക്ക് ശേഷം പിന്നെ ബ്രേക്ക്ഔട്ടിലാണ് എടുത്തത്. പെട്ടെന്ന് അടിച്ചിറങ്ങിയതുകൊണ്ട് ഇവിടെ കൺഫർമേഷൻ കിട്ടി വന്നപ്പോൾ നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. അവിടുന്ന് മാർക്കറ്റ് കയറി. അതിനു മുമ്പ് സ്കാൽപ്പിംഗിൽ, അതായത് മിനിറ്റ് വൈസ് എൻട്രി എടുക്കാം. കാരണം ഇവിടെ എക്സ്ട്രാ കളർ തന്നിട്ടുണ്ടെങ്കിൽ അത് സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആണ്. അവിടെ നമുക്ക് ട്രേഡ് റിസ്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ട്രേഡ് എടുക്കരുത് എന്നല്ല, നമുക്ക് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ സ്കാൽപ്പിംഗിൽ മിനിറ്റ് വൈസ് അവിടെ ട്രേഡ് എടുത്ത് മാറാവുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ ശ്രമിച്ചു. പിന്നെയും എഗെയിൻ ഇവിടെ ഒരു സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നില്ല. തിരിച്ച് മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ടെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഡൗൺ ഇറങ്ങി. പക്ഷേ നിഫ്റ്റിയിലും നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ടിന്യൂഷൻ തന്നെ, സെല്ലിലേക്ക് മാറിയിട്ടില്ല. സെല്ല് മാറുമ്പോൾ താഴെ നമുക്ക് റെഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് ലൈൻ മാത്രമായിട്ട് റെഡ് ആവുന്നതിന് അവിടെ സെൽ ഇൻഡിക്കേഷൻ എടുക്കാനുള്ള റിട്രേസ്മെൻറ്റ് എന്ന് പറയും. പക്ഷേ അവിടെ ട്രേഡ് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്ത് നമുക്ക് വിടാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് മിനിറ്റ് വൈസിലേക്ക് ബിയറിഷിലേക്ക് പോകുന്നതായിട്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഇവിടെ. അപ്പം സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിൽ എക്സ്ട്രാക്കളുടെ സഹിതം വ്യത്യസ്തമായ വ്യക്തതയോടെ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് കൺഫേം വരുന്നു, സ്ട്രോങ്ങും നമുക്ക് ഫേക്ക് ബ്രേക്കും തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.